ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ട്രെയിലർ റിയാക്ഷനാണ് ഇത്. ആക്ച്വലി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ജനനായകന്റെ ട്രെയിലർ ഓൾറെഡി ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസെന്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മുടെ ഭഗവാൻ കേസരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലയ്യന്റെ പടത്തിന്റെ റീമേക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ അതിന്റെ എൻഡിൽ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇത് ആക്ച്വലി വിജയന്റെ അതിന്റെ കുറേയൊക്കെ അവർ പറഞ്ഞ് ചെറിയൊക്കെ ശരിയാണ്. ഇതിലെ പേര് വരുന്നത് TV ക്ക് അവന്റെ നമ്മുടെ വിജയന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിന്റെ സംഭവമൊക്കെയാണ്. പിന്നെ അതുപോലെ ലാസ്റ്റ് പൊളിറ്റിക്സ് വന്നിട്ട് അവരെ പൊളിറ്റിക്സ് ആൾക്കാരെ അടിക്കുന്നതൊക്കെ അത് പക്ഷെ ഫുള്ളി നമുക്ക് ഇതിൽ കുറെ പേര് പറയുന്നുണ്ട് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിനെ പൊക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗൻഡ മൂവി പോലെ ഇറക്കിക്കുക എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ മുമ്പും ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഇവിടുത്തെ BJP ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാം പച്ചയ്ക്ക് വിളിച്ച് പറയാറുള്ള ആകെ ഒരു ആളുടെ പടം ഇങ്ങനത്തെ പടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരെണ്ണം ഇപ്പോൾ റീസെന്റ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ കടം പോയി മാപ്പ് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കുറച്ചൊക്കെ ഒരു പ്രൊപ്പഗൻഡ പോലെ ചെറുതായിട്ടൊക്കെ അതായത് ആ പേരൊക്കെ കുറെ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് പടം ഫുള്ള് ഭഗവൻ കേസരിയുടെ ഫുൾ പടം അല്ലാന്ന് തോന്നുന്നുണ്ട്. വെച്ചാൽ ഒരു ലാസ്റ്റ് പാട്ടൊക്കെ കുറെ മാറ്റിയിരുന്നുണ്ട്. പിന്നെ അതിൽ നമ്മുടെ ഭഗവൻ കേസരിന്റെ മറ്റേല് ഒരു സിസ്റ്റർ ക്യാരക്ടർ ആയിരുന്നു. ഇതിൽ പക്ഷെ നമ്മുടെ മമിത ബൈജുവിന്റെ എനിക്ക് തോന്നുന്നത് ഡോട്ടർ ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റിയിരുന്നുണ്ട്. വിജയന്റെ മകളായിട്ട് മാറ്റിയിരുന്നുണ്ട്. പിന്നെ പട്ടാളത്തിൽ ചേരാൻ അതൊക്കെ തനി സെയിം തന്നെയാണ്, റീമേക്ക് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നത് കുറെ ബെറ്റർ സീൻസുകളൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്തിരിക്കാന്നുണ്ട്. നിങ്ങൾ ഭഗവൻ കേസരി കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണ് ഉണ്ട് സാധനം. സാധാരണ ബാലയ്യ പടം പോലെ അത്യാവശ്യം നല്ല ഓവർ അഭിനയും അതിലത്തെ ആക്ടർമാർ എല്ലാവരും, ആള് മാത്രമല്ല എല്ലാവരും ഓവർ അഭിനയൊക്കെയാണ്. കാജൽ അഗർവാളൊക്കെ ഉണ്ട്. അതിന് ആ ക്യാരക്ടർ ഇതിൽ ആക്ച്വലി പൂജ ഹെഗ്ഡെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ബെറ്റർ വേർഷൻ വിത്ത് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ട്രെയിലർ. എന്തായാലും ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ കാണാനുള്ള ഉദ്ദേശമുണ്ട്. ജനുവരി 9 ആദ്യത്തെ ഷോണൊന്നും കാണില്ല, മിക്കവാറും രാത്രി തന്നെ ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് മോളിൽ തൃശ്ശൂർ ഹൈലൈറ്റ് മോളിൽ നമ്മുടെ പുതിയൊരു തിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാനുള്ള ഉദ്ദേശത്തിലാണ്. പറയുമ്പോൾ ഞാൻ ഫാനാണെന്ന് ചോദിച്ചാൽ ഫാനൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് വെച്ചിട്ട് മറ്റേ എന്താ പറയുക, ബോധമില്ലാത്ത ഫാൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് ആളുടെ ലാസ്റ്റ് ഫിലിം ആണല്ലോ, ആള് പൊളിറ്റിക്സ് കിടക്കാൻ പോവാണ്. അപ്പോൾ ആള് പൊളിറ്റിക്സിൽ കിടന്ന് ഞാൻ പൊളിറ്റിക്സിൽ കാര്യമൊന്നും പറയുന്നില്ല. എന്തായാലും പൊളിറ്റിക്സ് കിടന്നു കഴിഞ്ഞാൽ എന്തായാലും തമിഴന്മാർക്ക് നല്ലതെന്ന് ഞാൻ തോന്നുന്നു. വെച്ചാൽ അവിടെ ഇതേപോലെ തന്നെ മുമ്പും ഫിലിം ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവര് നല്ല പോലെ അവരുടെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ ഫിലിം അവരുടെ ഡിഫറെന്റ് ലൈഫാണ്. കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. അവര് ഒരൊറ്റ ആഡ് ചെയ്യില്ല. ഇവിടെ കണ്ടില്ല, എല്ലാ കൂതറ ആഡുകളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യും. കാശ് കൊടുത്താൽ ഈ ബോളിവുഡിലത്തെയും മലയാളത്തിലത്തെ ആൾക്കാർ എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ അവിടുത്തെ നടന്മാർ അങ്ങനെയല്ല. അവർക്കൊരു ആക്ച്വലി ഒരു കമ്മിറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു ബെറ്റർ സംഭവം തന്നെയാണ് അവരുടെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തമിഴ് നടന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ. അത് എന്താ വെച്ചാൽ അവർക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടാനാണോ, മലയാളത്തിൽ അഡ്വർടൈസ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കിട്ടാനാണോ, അജിത്തിനും വിജയനും സൂര്യക്കും രജനീകാന്തിനൊക്കെ ആഡ് കിട്ടാനാണോ അവർ ചെയ്യാത്തത്? പണ്ട് 2-3 ആടാണ്ട് ഇതുപോലെ സാധനം ചെയ്തിട്ടുണ്ട്. ബാക്കി ഒറ്റ ആഡ് പിന്നെ ചെയ്തിട്ടില്ലേ അവര്. അത് എടുത്ത് പറയേണ്ട കമന്റബിൾ ആയിട്ടൊരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ബോളിവുഡ് നടന്മാരുടെ കാര്യം പറയാം. അവർ ഈ കണ്ണി കണ്ട പിസയും കൊക്കക്കോളയൊക്കെ പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കാറില്ല എന്ന്. അതിൽ കുടിക്കുക എല്ലാവരും വാങ്ങിച്ചു കുടിക്കാന്നാ പറയാറ്. എന്നുവെച്ചാൽ ഉമ്മാരൊക്കെ ഇതുപോലത്തെ ആൾക്കാർ ഈ മലയാളത്തിലത്തെയും നടന്മാരും അതുപോലെ തന്നെ ഹിന്ദിയിലത്തെ നടന്മാരും ഒരേ കാറ്റഗറിയിൽ പെടുത്താവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ആൾക്കാർ തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ആക്ച്വലി ട്രെയിലർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് തോന്നിയത്. ലാസ്റ്റ് അതിന്റെ എൻഡിങ്ങിൽ ഒരു റോബോട്ട് പോലത്തെ ഒരു സാധനമൊക്കെ വന്നു തോന്നി. അതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. അതൊരു എന്ത് ഉദ്ദേശിച്ചാന്ന് മനസ്സിലായി. ഒരു റോബോട്ടിക് നമ്മുടെ എന്താ പറയാ ഐ റോബോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂവീസിലുണ്ടാകുന്നില്ല, അതുപോലത്തെ ഒരു ക്യാരക്ടർ പോലെ. അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും. പക്ഷെ അതുപോലത്തെ ഒരു സംഭവം നമ്മുടെ ഒരു കാർമ വന്നിരിക്കുന്ന ആ സീൻ ശരിക്കും ആ റോബോട്ടിൽ സീനിലുണ്ട്. അതേപോലെയൊക്കെ തോന്നി. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അത് ഭഗവൻ കേസരിയായിട്ടൊരു ബന്ധമില്ലാത്ത സംഭവമാണ്. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പാട്ടുകളും പിന്നെ ഓൾറെഡി പുറത്തിറങ്ങിയാണല്ലോ, പാട്ടുകളും എനിക്ക് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകളും സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അവരെന്തോ ലാസ്റ്റ് 15 മിനിറ്റ് ആണ്ട് ഇവരുടെ ഫെയർവെൽ പാർട്ടി പോലെ എന്തോ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ട്രെയിലറിൽ പറഞ്ഞത്. ഇപ്പോൾ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിലങ്ങനെ എന്തൊക്കെ പറയണം. എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകളും സിനിമയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ അധികം പാട്ട് വന്നാൽ ഞാൻ ബോറാവും. അപ്പോൾ എന്തായാലും മേക്കിംഗ് വൈസ് എനിക്ക് ട്രെയിലർ വൈസ് നല്ലതായിട്ട് തോന്നി, നല്ല ക്വാളിറ്റിയായിട്ട് തോന്നി. അതിന്റെ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ബോബി ഡിയോളിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, എല്ലാം സൂപ്പറായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ ഈ റിയാക്ഷനും ഉള്ള സംഭവം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിന്റെ ഒരു ആളുടെ ഒരു ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട.